എന്തെങ്കിലുമൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോടാണ് നമ്മളോട് പലരും പറഞ്ഞിട്ടുള്ളൊരു കമൻ്റ് ഉണ്ടാവും അല്ലേ, നിന്നെ കൊണ്ട് കഴിയൂല, നീ മാത്സിൽ മണ്ടനാണ്, നീ ഈ വിഷയത്തിൽ പൊട്ടനാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ള പല ആളുകളും ഉണ്ടാവും അല്ലേ. അങ്ങനെ ഉള്ളവർക്ക് എനിക്ക് സർക്കസിലൊരു ആനയുടെ കഥയാണ് പറയാനുള്ളത്. അതായത് സർക്കസിൽ ആനയെ കൊണ്ടുവരുന്നത് ചെറിയ കുട്ടിയാകുമ്പോഴാണ്. ആ കുട്ടി ആനയെ ചെറിയൊരു കുറ്റിയിൽ അവർ കെട്ടിയിടും. അന്ന് ആന കാലെടുത്ത് ആ കുറ്റി പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും, വലിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്ന് അതിനുള്ള ബലം ആ ചെറിയ ആനയ്ക്ക് ഉണ്ടാവില്ല. പക്ഷെ അന്ന് ആനയുടെ മനസ്സിൽ കയറിയിട്ടുള്ളൊരു ചിന്തയാണ് എന്ത്, എന്നെ കൊണ്ട് ഇത് കഴിയൂല എന്നുള്ളത്. വലുതാകുമ്പോഴും ആ കുറ്റിയുടെ വലിപ്പമോ കയറിൻ്റെ വലിപ്പമോ മാറിയിട്ടുണ്ടാവില്ല. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ആന ഇനി വലിച്ചു നോക്കില്ല, ഇനി ട്രൈ ചെയ്യില്ല എന്നുള്ളത്. നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു അമേസിങ് കഴിവുണ്ട്. അതായത് എന്ത് കാര്യവും പഠിച്ചെടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ഇതിൽ മാജിക് ഒന്നുമില്ല, ഒറ്റ കാര്യമുള്ളൂ, യു ഹാവ് ടു പുട്ട് കൺസിസ്റ്റൻറ്റ് എഫേർട്ട്. കൺസിസ്റ്റൻറ്റ് എഫേർട്ട് ഉണ്ടായാൽ നമുക്ക് എന്ത് കാര്യവും പഠിച്ചെടുക്കാനും എന്ത് സ്കിൽസും ഏൺ ചെയ്യാനും സാധിക്കും. എന്നാൽ നമ്മെ തടഞ്ഞു നിർത്തുന്നത് ഒരു ഇനേർഷ്യയാണ്, ഒരു മടിയാണ്. ആ മടി മാറ്റിവെച്ച് ആ സർക്കസിലെ വലിയ ആനയാണ് നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി ആ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ആ ഒരു ചെങ്ങല പൊട്ടിച്ചെറിയാൻ വേണ്ടി ശ്രമിക്കുക. അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് ഇടുക. എന്ത് കാര്യവും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്.